ഡബിളേ ഉള്ളു അച്ഛായ. അച്ഛാ പൈസയൊക്കെ കൊടുത്താണല്ലോ എടുത്തേ. ഭയങ്കര ഭയങ്കര. അതെ അച്ഛാ, അതെ ഈ നമ്പറിൽ അങ്ങ് വിളിക്കേ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പറ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറ. അച്ഛാ വിളിച്ചോളൂ അല്ലേ? അച്ഛാ വിളിച്ചിട്ട് ഇതാ പോളിസി നമ്പർ. ആ പോളിസി നമ്പർ കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും. ചിലപ്പോൾ രജിസ്ട്രേഷൻ ചോദിക്കുമായിരിക്കും. അവർ പറയും, അവർ വന്ന് പിക്ക് ചെയ്യും. എന്തായാലും വിളിച്ചേ, ആ ഫോൺ എടുത്ത് വിളിച്ചേ. ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? എങ്ങനെ കാര്യങ്ങളൊക്കെ കൊള്ളോ? സംസാരമൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മുടെ വേറെ ആരും ഫോൺ ഉപയോഗിക്കുന്നതാണ് അറിയാം. മത്താഴ്ച ഉപയോഗിക്കുന്നില്ലേ? മത്താഴ്ച ഉപയോഗിക്കുന്നത് ഈ ഫോൺ എന്ന് പറയുന്നത്. ഹലോ ഡബിളേ, name is Varkichan Dandikuil. Oh, my car is completed damage, sir. Please help me. Oh, registration. B for banana. N for national permit. 0 seats. E for elephant. Y for yellow. V for work kitchen. Okay. Okay. How? What time you come? Oh, 2 hours. Oh, 2 hours. Okay, okay. എൻ്റെ അച്ഛൻ എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉള്ളതാ. എനിക്ക് 2 മണിക്കൂറൊന്നും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരെയും മേടിക്കണ്ടേ നീ? എൻ്റെ ജീമോനെ അവരിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ വരുവോളെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റിയല്ലോ. എന്നാ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടല്ല. എന്നാ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് മഞ്ഞൊരു പട്ടിക്കൂക്കലും ഇല്ല. നോക്കിയത് ഇത് എവിടെയാ ചായ? ഈ എക്സ്പോർട്ട് എവിടെയാ? എനിക്ക് അറിയാൻ വേണ്ടി. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ പോകണം? ജീമോൻ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഈ ടെസ്കോയിലും അസ്റ്റയിലും ഇപ്പൊ പുതിയ അടിയും തുടങ്ങി. ഇവിടെ ഒന്ന് ഈ പച്ചക്കറി കിട്ടിയത്. ഈ കുഗ്രാമത്തിൽ പോയി പച്ചക്കറി മേടിക്കാൻ ദിവസം പോയി എന്ന് പറഞ്ഞാൽ പോരെ. ഒരു കാര്യം ചേട്ടൻ ജോലിക്ക് പോകണം. ഞാൻ എന്നാ നമ്മുടെ ആ വിനോദിനെ വിളിച്ചു. വിനോദ് നമ്മുടെ ജോസ് വല്ല ഉറക്കത്തിലാണോ? പറയാണോ? ഹലോ, ഇതാരാ? ഹലോ, ജോസേട്ടാ ഇത് വിനോദാണോടാ? എന്ത് പറ്റിയടാ? അതെ, ഞങ്ങൾ വഴി സ്റ്റക്കായിപ്പോയി. ഞങ്ങൾ വർക്ക് ചേട്ടൻ്റെ കൂടെ പുള്ളിയുടെ വണ്ടി ഡാമേജായി. ഞങ്ങൾ വഴി കിടക്കും. അതെ, മറ്റേ ആ ഇത് കളയുന്ന നമ്മുടെ ആ വേസ്റ്റ് കളയുന്നതിന് അവിടെ നിന്നുള്ള വഴിയാണ്, ഒരു വില്ലേജാണ്. അതുവഴി ഇങ്ങ് വന്നാൽ മതി. മത്തലാനൊക്കെ അത് തന്നെ. മത്തലാൻ്റെ അടുത്താണോ നിങ്ങൾ നിൽക്കുന്നത്? എന്നാ കുഴപ്പമില്ല, അങ്ങോട്ട് വരാം. ഓക്കെ, എന്നാൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസ് പരിപാടിയൊക്കെ കലക്കും അവര്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരിപാടി തന്നെ ഭയങ്കരമായിട്ട് ഒരു കലക്കാരി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി കണക്കൊന്നും അല്ല. ഈ പ്രാവശ്യത്തെ പരിപാടി ഒരുപാട് പരിപാടികളുണ്ട്. ഒത്തിരി പരിപാടികൾ ഒരു ആസൂത്രണം ചെയ്തിട്ടാണ് എൻ്റെ അറിവ്. എന്താ വെച്ചാൽ ഓണപ്പരിപാടി നല്ലായിരുന്നു. ആ നാടകം നിർത്തി ആൾക്കാർ ഓർക്കുന്നു. നല്ല നാടകമല്ലായിരുന്നു. അല്ലെന്നേ, നാടകം നടത്തിയ ആൾക്കാരുണ്ട്. നാടകമൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിനകത്തൊരു എയിമില്ല. ഈ ആട്ടുംകാട്ടം കുറഞ്ഞും തിരിച്ചറിയാൻ ആദ്യത്തെ പരിപാടിയാന്ന് പറഞ്ഞാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാലും അതിനകത്തൊരു എയിമില്ല. ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു അതിനകത്ത് 2-3 ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഒരു കഥാതന്തു വേണ്ടേ? എന്താ വെച്ചാൽ ഈ ജ്യൂസ് ഇനി എപ്പോഴൊക്കെ കെട്ടിയെടുക്കുക? അവൻ വരും, ഇപ്പോൾ വരും. എന്തൊരു തണുപ്പല്ലേ? അച്ഛാ, ഞാൻ എൻ്റെ മൂത്രം ഒന്നും കുടിച്ചടയില്ല. ഞാനും എൻ്റെ ജീവനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നു.
നമുക്ക് ഒടിഞ്ഞൊഴിഞ്ഞു പോവാല്ലേ? എന്തൊരു സുഖം. ഓ ദൈവം. നമുക്ക് ജോലിക്ക് പോണ്ട. ഓ നീ വന്ന് നന്നായി ജോസേ. എനിക്ക് ജോലിക്ക് പോണ്ട ചങ്ങാതി. എന്റെ അച്ഛാ ഇത് എന്നാ പറ്റിയെന്നൊരു ഞായറാഴ്ചയായിട്ട് എന്നായിരിക്കുന്നു ഒന്നും പറയാനില്ല. ഈ പുള്ളിയുടെ ഇവിടെ വന്ന് ഈ പുള്ളിയുടെ വണ്ടിയും കേടായി, ആ പാടെ ബുദ്ധിമുട്ടുമായി. ഞങ്ങള് രാവിലെ ഒന്ന് അച്ഛൻ നടക്കാൻ ഇറങ്ങി. അപ്പൊ അച്ഛൻ്റെ കൂടെ അച്ഛൻ വന്ന് വിളിച്ച് ഞങ്ങളെന്ത് ഇവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് പച്ചക്കറി പച്ചക്കറിയൊക്കെ കിട്ടി വന്നിട്ട് ജോലിക്ക് പോണ്ടതാ പോവാ. പിന്നെ അവിടെക്കാരെ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ 2 മണിക്കൂർ വരുന്ന 2 മണിക്കൂറെങ്കിലും കഴിയുന്ന അച്ചായോ അച്ചായനെ ഇട്ടിട്ട് പോകുന്ന വിഷമുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടല്ല. അച്ഛൻ ഇട്ടിട്ട് വഴി വിട്ടിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല അച്ഛാ. പക്ഷേ മെയിൻ കാര്യം നിങ്ങൾ പോവാണെങ്കിൽ പോവല്ല, പിന്നെ പിന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട ജോസ് ഈ പറഞ്ഞ കൊണ്ടുപോകട്ടെ. നിങ്ങൾ പോക്കോ. ഏതായാലും അവർ വരുന്നു. ഏതായാലും 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ വരുന്നാ പറഞ്ഞത്. ഏതായാലും വന്നു കഴിയുമ്പോൾ അവർ വന്ന് എല്ലാം ശരിയാക്കി തരും. പോവാ ഞാനിവിടെ നിൽക്കാം. ഏതായാലും അവർ വരട്ടെ. ഏതായാലും ഇപ്പൊ ഞങ്ങള് കാണാൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ജോലിക്ക് നിങ്ങൾ പോക്കോ. കാരണം ഏതായാലും അവർ വരുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ വരുമല്ലോ. എന്റെ പിള്ളേരെ നിങ്ങൾ എങ്ങനെയാ പുള്ളിയുടെ അടുത്ത് നിന്ന് പെട്ടത്? എടവേ ഒന്നും പറയണ്ട. മരണവണ്ടിക്ക് കൈ കാണിച്ചെന്നല്ലേ പറയണ്ടോ. എന്തൊരു കഷ്ടാതെ. ഇന്നത്തെ ദിവസം മുഴുവൻ പോയി. എന്താ പറയാനാ ചേട്ടാ, ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാ, പക്ഷെ പെട്ടുപോയി. ഇത് പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ മരണവണ്ടിക്ക് കൈ കാണിച്ച് കയറുന്ന പോലെ പോയി. ഒന്നും പറയണം കേട്ടോ. ഇതിന്റെ ഇടയിൽ ചേട്ടൻ അമ്മമാർക്ക് ആ പുള്ളിക്കിട്ടൊരു ഇളക്ക് വിളക്കി. ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് ഓർ റിപ്പയർ ഡെയിലിയാണ്. പുള്ളി ആകെ വണ്ടടിച്ചിരിക്കുക. പാവം ഒരു നല്ലൊരു ഞായറാഴ്ചയായിട്ട് എന്ത് പറയാനാ. പുള്ളിയെ റോഡ് അസിസ്റ്റന്റിനെ വിളിച്ചു കേട്ടോ. ഡബിളെ അവന്മാർ 2 മണിക്കൂർ എടുക്കും. പുള്ളി ഇന്നും പുള്ളിക്കാര് തല്ലി കൊല്ലും. ഇന്ന് അവളെന്നെ ശരിയാക്കി കളയൂലെന്നെ. ഒന്നും പറഞ്ഞ ഈ പറഞ്ഞ ഇത്ര താമസിച്ച് ആ പച്ചക്കറി മാർക്കറ്റിൽ കയറി ഇച്ചിരി പച്ചക്കറി മേടിക്കാൻ പോകുന്ന സമയത്ത് ആ വണ്ടിയും കേടായി പോയി. പിന്നെ അവിടെക്കാരെ വിളിച്ചെന്ന് പറഞ്ഞാൽ അവരുണ്ട് ഒരുപാട് താമസിച്ചു. 1-2 മണിക്കൂർ താമസിച്ചാവുന്നത്. നീ പിള്ളേരൊക്കെ പെട്ടെന്ന് ഒരുക്കി പെട്ടെന്ന് പോകാനുള്ള സംവിധാനം നോക്കുന്നു. ബൈബിൾ എടുത്തോ? ഓ ഇന്ന് ഞാൻ ആ ബൈബിൾ എടുക്കാൻ മറന്നുപോയി. എന്റെ പൊന്നെ അവനും പറയാതിരിക്കുന്നു. രാവിലെ നിങ്ങൾ എങ്ങോട്ടാ? അച്ഛാ ഞങ്ങൾ രാവിലെ ഇറങ്ങി നടക്കാറ്. ഇത് ഞങ്ങൾക്ക് പതിവുള്ള. എന്നോട് ചോദിക്കും. നല്ല ചായ. ഞാൻ ചോദിക്കണ്ടേ, ഇൻഷുറൻസിന്റെ കാര്യമില്ല, റോഡ് അസിസ്റ്റൻസ് ഉണ്ടോ? അത് ശരിയായില്ല. അച്ഛാ അതെപ്പോ സംഭവിച്ചു? ഈ അച്ഛൻ പറയുന്ന ഇത് സംഭവിച്ചു. ഇത് തുടങ്ങി വെച്ച് എന്നിട്ട് 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 ഡയലോഗ് എന്നിട്ട് അവൻ പറയാ ഓ അവനത് പറഞ്ഞു തീരിയ സായിപ്പ് അവനെ ചന്തിയിലേക്ക് നോക്കി. റെഡിയാണോ?
നേരെ അങ്ങോട്ട് പോകണം. അവനത് പറഞ്ഞു തീരുകയും സായപ്പ അവന്റെ കുണ്ടിയിലേക്ക് നോക്കി എന്തോ ചന്തി ചന്തി കേട്ടോ കുട്ടി പറയില്ല തെറ്റിപ്പോയി.